ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അതിനകത്ത് ഈ കാരൽ പച്ച അരച്ച് കറി വെച്ചാണ്. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു അതൊന്നും ഇടണേന്ന് കേട്ടോ. അപ്പോൾ ആ റെസിപ്പി കണ്ടാൽ അപ്പോൾ നമുക്കിത് നല്ല കാരലാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് പണ്ടാണെങ്കിൽ ഈ കാരലും കുറിച്ചുമീനും തമ്മിൽ തെറ്റിപ്പോയിരുന്നു. കുറിച്ചുമീനിൻ്റെ മുള്ള് ഭയങ്കര മുള്ളാണ്, നമുക്ക് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള മുള്ള. പക്ഷേ ഇതിന് മുള്ള വലിയ ഡേഞ്ചർ അല്ല. പിന്നെ ഈ മീൻ നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ ഫ്രഷ് മീൻ കഴിക്കാൻ, ഇത് വറുത്ത് കഴിക്കാനും നല്ലതാണ്, തോരൻ വെച്ച് കഴിക്കാനും നല്ലതാണ് കേട്ടോ. നമ്മളിത് പച്ചക്കറിയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങായും 4 ചുമന്നുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കേട്ടോ. ഇതൊക്കെ വെക്കുന്നവർക്ക് സ്ഥിരം അറിയാമല്ലോ മഞ്ഞപ്പൊടിയുടെ ഒക്കെ കണക്ക്. മഞ്ഞപ്പൊടി ഇട്ടപ്പോഴത്തേനും മഞ്ഞപ്പൊടി തീർന്നിട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു കളറിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി മതിയാവും കേട്ടോ. നമ്മൾ എരിക്കാണെങ്കിൽ ഇതിനകത്ത് ഉണ്ടമുളക് ഇടുന്നുണ്ട്, പച്ചമുളക് വേണമെങ്കിൽ ഇടാം, കാന്താരി വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചീനിച്ചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഉലുവായും കടുകുമാണ് പൊട്ടിക്കുന്നത്. നമ്മൾ മീൻകറി വെക്കുന്നതിനെല്ലാം ഈ ഉലുവായും കടുകും പൊട്ടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ഒരു 4 ചുമന്നുള്ളി വട്ടത്തിലരിയോ നീളത്തിലരിഞ്ഞോ ഇതിനകത്തിട്ട് മൂപ്പിക്കാം. പിന്നെ നമ്മൾ കറിവേപ്പില, നമ്മളിപ്പോൾ ഈ തേങ്ങ അരച്ച് വെക്കുന്നതിനെല്ലാം കറിവേപ്പില മസ്റ്റാണ് കേട്ടോ. ആ കറിവേപ്പിലയും കൂടിയിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ഒഴിക്കണം. അപ്പോൾ ഒഴിക്കുമ്പം അരപ്പ് കുറുകിയായിരിക്കുമല്ലോ ഇരിക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ച് കലക്കി അങ്ങ് വെക്കണം കേട്ടോ. അരപ്പ് അവിടെ ഇരുന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേനും നമുക്ക് എന്തോ ചെയ്യാം, ഒരു മുരിങ്ങയ്ക്ക എടുത്ത് അരിയാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ മീൻകറിയൊക്കെ പച്ച അരച്ച് വെക്കുമ്പോൾ മുരിങ്ങയ്ക്ക ഇടും. അങ്ങനെ വെച്ചിട്ടില്ലാത്തവർ അതൊന്ന് ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു മുരിങ്ങയ്ക്ക ഇടണം. ഇപ്പോൾ ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉള്ളവരിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ആ മുരിങ്ങയ്ക്ക നമ്മൾ നീളത്തിലരിഞ്ഞിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഈ പച്ച അരച്ച മീനിനൊക്കെ ഞാൻ തക്കാളി ഇടും, മുളക് കറിക്ക് ഞാൻ തക്കാളി ഇടത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഈ തിളച്ച് വന്ന നമ്മുടെ അരപ്പിനകത്തോട്ട് ഈ മുരിങ്ങയ്ക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മുടെ തക്കാളിയും പിന്നെ പച്ചമുളക് കേട്ടോ, പച്ചമുളകാണ് ഇപ്പോൾ കീറി ഇടുന്നത്. ഞാൻ വിചാരിച്ചു ഉണ്ടമുളകായിരിക്കുമെന്ന്. പച്ചമുളകും കൂടെ കീറി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ ഈ കാരലും മീനും കൂടെ പറക്കി ഇടണം. മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തവി കൊണ്ട് ഇളക്കരുത് കേട്ടോ, ചുമ്മാ ഒന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ 2 കഷ്ണം കുടംപുളിയും കൂടെ ഇടുന്നുണ്ട്. ഈ മീനിനൊക്കെ നല്ല പുളി, മീൻകറിക്ക് പുളി ഇല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട്, എന്നാൽ ഈ കുടംപുളിയും കൂടെ ഇടുമ്പോൾ നല്ലൊരു പുളി കിട്ടും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പിന്നെ നമ്മൾ ഈ പച്ചരച്ച മീൻകറിക്കൊക്കെ നമ്മൾ കറിവേപ്പില ഇട്ടാൽ അത് പ്രത്യേക ഒരു മണമാണ് കേട്ടോ. അപ്പോൾ ആ കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് പറക്കി ഇടുന്നുണ്ട്. എന്നിട്ടിത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. 2 തിളച്ചാൽ മതി. കാരണം ഈ മീനിന് വലിയ വേവില്ല. ഈ അരപ്പൊന്ന് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട്. വേണ്ട തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റും കൂടെ വെക്കുക കേട്ടോ. നല്ല സ്വാദിഷ്ടമായ മീൻകറി റെഡി കേട്ടോ. നിങ്ങളിങ്ങനെ പച്ചരച്ച മീൻകറി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മീൻകറി. ചോറിനും ചപ്പാത്തിക്കും കപ്പ പുഴുങ്ങിയതും കപ്പ വേവിച്ചതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോംബോ ആണ് ഈ മീൻകറി. അപ്പോൾ ഈ മീൻകറി ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ട്രൈ ചെയ്യണേ. ഇനിയും വീഡിയോകൾ പുതിയ റെസിപ്പികളുമായിട്ട് ഞാൻ വരാം. അതുവരെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.